ധർമ്മസ്ഥല കേസിൽ യൂട്യൂബറായ കോഴിക്കോട് സ്വദേശി മനാഫിനെ SIT സംഘം ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് മനാഫ് അറിയിച്ചു. യൂട്യൂബ് ചാനലിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും മനാഫ് വ്യക്തമാക്കി. പോലീസ് സംരക്ഷണയിലാവും ധർമ്മസ്ഥലയിലേക്ക് പോവുകയെന്നും മനാഫ് പറഞ്ഞു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സെപ്റ്റംബർ 5-ന് അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരാകണമെന്ന് കാണിച്ച് യൂട്യൂബറായ മനാഫിന് ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്ന SIT നോട്ടീസ് അയച്ചിരുന്നു. തിങ്കളാഴ്ച ഹാജരാകുമെന്ന് മനാഫ് SITയെ അറിയിച്ചു. ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് മനാഫ് പോലീസ് സംരക്ഷണം തേടി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടു. പോലീസ് സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചതായി മനാഫ് പറഞ്ഞു. SITക്ക് മുമ്പാകെ തിങ്കളാഴ്ചയാണ് ഹാജരാവുന്നത്. ഈ വിഷയത്തിൽ ഞാൻ എല്ലാ അന്വേഷണത്തിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കും. സത്യസന്ധമായ കാര്യങ്ങളും മറ്റിൻ്റെ കയ്യിലുള്ള എല്ലാ എവിഡൻസും ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കും. മതസ്പർദ്ധയുണ്ടാക്കിയെന്ന് കാണിച്ച് കർണാടക ഉടുപ്പി പോലീസ് തനിക്കെതിരെ കേസെടുത്തതായും മനാഫ് പറഞ്ഞു. യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ധർമ്മസ്ഥലയിലെ ദുരൂഹമരണങ്ങൾ കെട്ടുകഥയല്ലെന്നും SITയിൽ വിശ്വാസമുണ്ടെന്നും മനാഫ് പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.